മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അഹ്ലുബൈത്തിലെ പൊൻതാരകമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയായ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ് സയ്യിദത്തുന ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ട് സച്ചരിതരായ ഒരുപാട് വലിയ മഹാന്മാരും വലിയ ആലിമീങ്ങളും വലിയ മഹദികളും ലോകത്തിന് സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ടുകളിൽ മഹിതമായൊരു കാലഘട്ടമാണ് ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ട്. 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടിൽ പേരെടുക്കപ്പെട്ട ഒരുപാട് വലിയ മഹാന്മാർ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ലോക പ്രശസ്തരായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ ലോക പ്രശസ്തരായ ഒരുപാട് മഹാന്മാർ ജീവിച്ച ഒരു കാലഘട്ടമാണ് ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ട്. അഥവാ 1-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പം 100 വർഷം കഴിഞ്ഞിട്ടുള്ള 2-ാം നൂറ്റാണ്ട്. ആ നൂറ്റാണ്ട് ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും അതുപോലെ തന്നെ സൂഫിയാക്കളുടെയും വലിയ പ്രഗത്ഭന്മാരുടെയും വലിയ നീണ്ട നിര കൊണ്ട് സമ്പന്നമായൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 145-ൽ മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ പേരക്കുട്ടി സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസൻ അൻവർ എന്ന് പറയുന്ന റളിയല്ലാഹു അൻ അവരുടെ പുത്രിയായി മക്കയിൽ ജനിച്ചു. വലിയ മഹദിയായി ജനിക്കുകയാണ്. പിന്നീട് വളർന്നത് മദീനയിലാണ്. ജനിച്ചത് മക്കയിലാണെങ്കിലും വളർന്നത് മദീനയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും മക്കയിലാണ്. പിന്നീട് അവിടുത്തെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ നടന്ന മദീനയിലാണല്ലോ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് മക്കയിലാണ്. പക്ഷേ മദീനയിൽ വളർന്നു. മദീനയുടെ മാണിക്യമായി, മദീനയുടെ പൊൻതാരകമായി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മദീനയിൽ വളരുകയാണ്. അത്ഭുതകരമായ ജീവിതചര്യകളാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ പ്രകടമാക്കിയത്. അത്ഭുതകരമായ ജീവിതം. ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്നത് ഒരിക്കലും ഭക്ഷണത്തിനോട് വലിയ താല്പര്യം കാണിച്ചില്ല. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത് തന്നെ 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നുവത്രേ. 3 ദിവസം കൂടുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക. അത് തന്നെ കുറച്ച് ജീവൻ നിലനിൽക്കണം. അതിനു വേണ്ടിയുള്ള നാഥനായ റബ്ബിലേക്ക് തൻ്റെ ശരീരത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങളിലായിരുന്നു ബീവി മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. സദാസമയവും ആരാധനയാണ്. അതേ പ്രപഞ്ചത്തിന്റെ ത്യാഗപൂർണമായ പ്രപഞ്ചത്യാഗിയായി ജീവിച്ചു. സദാ ഇബാദത്തിൽ ഔറാദുമായി കഴിച്ചുകൂട്ടി പകൽ മുഴുവനും നോമ്പായിരുന്നു. രാത്രിയിലാണെങ്കിലോ നിസ്കാരമാണ്. ഇതാണ്
നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ രാത്രി മുഴുവനും ഇബാദത്ത്, പകൽ മുഴുവനും എല്ലാ ദിവസവും നോമ്പ്. ബീവിയുടെ സഹോദരനാണ് സയ്യിദ് യഹിയ. ആ യഹിയ മുത്തവ്വജ് എന്ന് പറയുന്ന മഹാൻ, അവരുടെ പുത്രിയാണ് സൈനബ റളിയല്ലാഹു അൻഹ. അവര് പറയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹക്ക് ഞാൻ 40 വർഷം ഖിദ്മത്ത് ചെയ്തു. ഞാൻ 40 വർഷം സേവനം ചെയ്തു. ഈ 40 വർഷത്തിന്റെ ഇടയിൽ ഒരു ദിവസം പോലും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നോമ്പുകാരിയായിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. രാത്രി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും രാത്രി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുഴുവനും ഇബാദത്തായിരുന്നു. അതേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഖുർആനും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും എല്ലാം ഹൃദ്യസ്ഥമുള്ള ഒരു വലിയ പണ്ഡിതയായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. 30 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എത്ര തവണ? 30 പ്രാവശ്യം ബീവിയോർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ ഹജ്ജുകളിൽ അധിക ഹജ്ജുകളും മദീനയിൽ നിന്ന് കാൽനടയായിട്ടാണ് പോയത്. നടന്നിട്ട് പോയി. മദീനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നിട്ട് പോയി ഹജ്ജ് ചെയ്തു. അതിലധിക ഹജ്ജുകളും. മാഷാ അല്ലാഹ്. ആരെങ്കിലും മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്താൽ അത് സാധുക്കൾക്ക് കൊടുക്കുക എന്നത് ബീവിയോരുടെ ഒരു പതിവായിരുന്നു. അല്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഖബറിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നുവത്രേ. ഖബറിനെ ഓർത്ത് ഇങ്ങനെ കരയും. അല്ലാഹ്, ഖബറിനെ ഓർത്താൽ കരയാതിരിക്കാൻ കഴിയുമോ? ഖബറിനെ ഓർത്താൽ കരയാതിരിക്കാൻ കഴിയുമോ? ഖബറിനെ ഓർത്താൽ അറിയാതെ നമ്മൾ കരയൂലേ? അല്ലേ? ഖബറിനെ ഓർത്താൽ കരയാതിരിക്കാൻ കഴിയോ? നാളെ ആ ഖബറിലെത്തിയാൽ എന്താണ് അവസ്ഥ? അല്ലാഹ്, ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അല്ലാഹു നമ്മുടെ ഖബർ നന്നാക്കി തരട്ടെ. ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ടൊരു ഗുണമാണ് ഖേദം. അങ്ങേയറ്റത്തെ ഖേദം വേണം. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഖേദം വേണം. എന്ത് ഇബാദത്തുകൾ ചെയ്താലും റബ്ബിന്റെ അടുക്കൽ ഞാൻ എന്താണ്? എന്റെ റബ്ബ് എന്നെ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? തറാവിയ നിസ്കാരം 20 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖേദം വേണം അള്ളാഹിന്റെ മുന്നിൽ. ഞാനിപ്പോ നിസ്കരിച്ച തറാവിയ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഒരു ഖേദം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അമലുകൾ സ്വീകരിക്കാനുള്ള ഒരു കാരണമാണ്. മഹാന്മാരായ കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരും അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ക്വാളിറ്റിയാണ്, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഖേദം, അങ്ങേയറ്റത്തെ ഖേദം. ഞാനിപ്പോ അള്ളാഹു ഇത്രയൊക്കെ സൗകര്യങ്ങൾ എനിക്ക് തന്നിട്ട് ഞാൻ അള്ളാഹുവിനെ വേണ്ട പോലെ അനുസരിച്ചോ? അള്ളാഹുവിനെ വേണ്ട പോലെ ഞാൻ അനുസരിച്ച് ഞാൻ ഇബാദത്തുകൾ ചെയ്ത ഇബാദത്തുകൾ തന്നെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവോ എന്ന ഒരു ഖേദം എപ്പോഴും കൽബിൽ ഇങ്ങനെ വേണം. അത് നല്ലതാണ്.
ആ ഖേദം അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ കാരണമാകും. അതൊരു മോമിനിന്റെ ഒരു അടയാളമായി മാറണം. ഖേദം, അങ്ങേയറ്റത്തെ ഖേദം. റമളാന് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? തറാവീഹ് നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഈ മദനീയം മജ്ലിസ് അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടാകുമോ? ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ചൊല്ലുന്നു, ഹദ്ദാദ് ചൊല്ലുന്നു, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അങ്ങേറ്റത്തൊരു ഖേദം. ആ ഖേദം നമ്മുടെ അമലുകൾ സ്വീകരിക്കാനുള്ള കാരണമായി മാറും. അതിന്റെ പേരിൽ ഖേദിക്കുക. ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയി, അപ്പോഴും നല്ല അങ്ങേയറ്റത്തെ ഖേദം വേണം. റബ്ബേ, അല്ലാഹുക്ക് വലിയ ഇഷ്ടാണെന്നാണ്. അങ്ങേയറ്റത്തെ ഖേദം എപ്പോഴും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു ഖേദം വേണം. ചിരിക്കുണ്ടാവും, തമാശകൾ പറയുണ്ടാവും, എന്നാലും നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആ വിഷയത്തിൽ അള്ളാഹിന്റെ മുന്നിൽ നമുക്ക് ഖേദമുണ്ടാകണം. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഞാനൊക്കെ പെർഫെക്റ്റ് ആണ്, ഞാന് എല്ലാം തികഞ്ഞ ആളാണ്, ഞാനിപ്പം മരിച്ച നേരെ സ്വർഗത്തിലേക്കാണ്, എനിക്ക് ശിക്ഷയൊന്നും ഉണ്ടാവൂല എന്ന് ചിന്തിക്കുന്ന, അതിന് പകരം അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ എന്തായിരിക്കും, എന്റെ റബ്ബ് എന്നെ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പതിവതായിരുന്നു. അങ്ങേയറ്റത്തെ ഖേദമായിരുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ സ്വീകരിക്കപ്പെട്ട ആളായിരിക്കുമോ? ആ റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് അതിരാത്രി എഴുന്നേറ്റ് രാത്രി മുഴുവനും ഇബാദത്തുകൾ ചെയ്യുന്നു, പകൽ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുന്നു. നോമ്പ് നോറ്റ ആളുകൾ ചിന്തിക്കണം, എൻ്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. നോമ്പിന്റെ യാതൊരു പ്രയാസങ്ങളും നമുക്കില്ലല്ലോ. വിശക്കണില്ല, പട്ടിണിയുടെ വേദന അറിയുന്നില്ല. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കണം, അല്ലാഹ്, എൻ്റെ റബ്ബ് എന്നെ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഖബറിന്റെ അവസ്ഥയെ ഓർത്ത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു അത്രേ. വികലാംഗരെയും രോഗികളെയും എല്ലാം അവരെ സഹായിക്കും, അവർക്ക് വേണ്ട പരിപാലനങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ മാത്രല്ല, ഇബാദത്ത് മാത്രം എന്ന് പറഞ്ഞാല്, ഇബാദത്ത് പറഞ്ഞാൽ നോമ്പ് നോറ്റവരായ നിലയിലും പലതും ചെയ്യാൻ പറ്റും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രല്ല, നോമ്പ് മാത്രല്ല, പാവപ്പെട്ടവരെ സഹായിക്കലും അവരെ പരിചരിക്കലും അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കലുമെല്ലാം ഇബാദത്താണ്. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മദീനയിൽ നിന്ന് ഭർത്താവ് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുമൊത്ത് അവര് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ഒരു ദൗത്യമായിരുന്നു. അങ്ങനെ നിർദ്ദേശം മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കുകയാണ്, ഈജിപ്തിലേക്ക് പോകണം. ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. മദീനയിൽ നിന്ന് മദീനയിൽ ജീവിച്ചു, മദീനയിലൂടെ നടന്നു, മദീനയുടെ മാണിക്യമായി ജീവിച്ചു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മദീനയിലെ ജീവിതകാലം മഹദിക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു. ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചിട്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈജിപ്തിലേക്ക് പോകുന്നത്. അതൊരു നിയോഗമായിരുന്നു, അത് റബ്ബിന്റെ ഒരു നിയോഗമായിരുന്നു.
കാരണം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഈജിപ്തിലെ ജനങ്ങൾക്ക് വല്ലാത്ത ഒരു മതിപ്പായിരുന്നു. ബീവി വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അവരതാ ബീവിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈജിപ്തിന്റെ അതിർത്തികളിലേക്ക് അവർ സ്വീകരിക്കാനെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ മദീന നിവാസികള് മദീനയുടെ അതിർത്തികളിൽ വന്ന് കാത്തുനിന്നതുപോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കാൻ ഈജിപ്തിലെ ജനങ്ങള് അവരതാ കാത്തു നിൽക്കുകയാണ്. ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ ജനം അവരെ പിന്തുടർന്നു. ഈജിപ്തിലെത്തിയിട്ട് വലിയ പ്രമുഖനായ സൂഫിയും വലിയ മഹാനുമായ ജലാലുദ്ദീൻ അബ്ദുല്ലാഹി ഇബ്നു ജസ്സാസ് എന്ന് പറയുന്ന മഹാന്റെ ഭവനത്തിൽ മാസങ്ങളോളം ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയങ്ങളിൽ ഈജിപ്തിലെ മഹദി അവറുകളെ കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ആളുകളുടെ ജനബാഹുല്യം മഹദി അവറുകളെ കാണാൻ, അവരോട് വിഷമങ്ങൾ പറയാൻ, അവരോട് വേദനകൾ പറയാൻ, ദുആ ചെയ്യിപ്പിക്കാൻ. മഹാനായ ഇമാമുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ പോവാറുണ്ടായിരുന്നു അത്രേ. എല്ലാ ദിവസവും അധികവും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അടുക്കലേക്ക് പോകും. മരണമാസന്നമായപ്പോൾ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സാധാരണ നേരിട്ട് പോകുന്നതിന് പകരം ആളെ പറഞ്ഞയച്ചു അത്രേ. അതവിടെ ഓഫാക്കി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകാറുണ്ടായിരുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നീട് ആളെ പറഞ്ഞയച്ചു. അപ്പോൾ മനസ്സിലായി മരണം അടുത്തിട്ടുണ്ട്. മഹദിയായ അങ്ങനെ എല്ലാവരും മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കാണുവാൻ വേണ്ടി വരുമായിരുന്നു. പുരുഷന്മാരായ ആളുകൾ അവർ മറന്റെ അപ്പുറത്ത് നിൽക്കും, സ്ത്രീകൾ പോയി നേരിട്ട് കാണും. അങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ്. ജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് മഹദിയവറുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഭർത്താവിന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് അവര് താമസം മാറി. ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി ആളുകളൊന്നും കൂടുതൽ വരാത്ത സ്ഥലങ്ങളിലേക്ക് അവര് മാറി താമസിക്കുകയാണ്. പക്ഷെ ഉദ്ദേശിച്ചത്, വീട് മാറിയത്
ജനങ്ങളുടെ ഒഴിവ്, ജനങ്ങളിങ്ങനെ വരികയാണ്, വല്ലാതെ ജനങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ കഴിയാണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി. പക്ഷേ ഈ ഇബാദത്ത് ചെയ്യാനുള്ള തടസ്സം മാറും, അത് നീങ്ങും എന്ന് വിചാരിച്ച വേറൊരു സ്ഥലത്തേക്ക് പോയത്. പക്ഷെ അടുത്തെത്തിയപ്പോഴേക്ക് അവിടെയും ബീവിയെ ആളുകൾ, ജനങ്ങൾ ഇങ്ങനെ പിന്തുടരാൻ തുടങ്ങി. ഭയങ്കര ഫലായിരുന്നു, പോകുന്നവർക്കൊക്കെയും വലിയ ഫലായിരുന്നു, വലിയ അത്ഭുതങ്ങളായിരുന്നു. അങ്ങനെ ഭവനം മാറിയെങ്കിലും ബീവിക്ക് ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല. ആളുകൾ പിന്നെയും മഹദിയുടെ കശ്ഫ് കറാമത്തുകൾ കേട്ടറിഞ്ഞേ ഒരുപാട് ആളുകൾ ബീവിയുടെ വീട്ടിലേക്ക് ദിനം പ്രതി ജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ബീവിന്റെ വീടിന്റെ മുന്നിൽ ആവശ്യക്കാർ നിറയുകയാണ്. പരിഹാരത്തിന് കേന്ദ്രമാണല്ലോ. പരിഹാരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും വരും. പരിഹാരമുണ്ടാവുകയാണെങ്കിൽ ജനങ്ങളൊക്കെ വരും. മഹദിയവറുകളുടെ അടുക്കലേക്ക് ആളുകൾ ഒഴുകുകയാണ്. പലതും ഉദ്ദേശമാണ്. ചിലർക്ക് ബറക്കത്ത് വാങ്ങണം, ചിലർക്ക് ദുആ ചെയ്യിപ്പിക്കണം, ചില രോഗമായി വലഞ്ഞവരാണ് വരുന്നത്. അഗതികളായ ആളുകൾ വരുന്നു, അനാഥകളായ ആളുകൾ വരികയാണ്. അവർക്കെല്ലാവർക്കും ബീവിയുടെ അനുഗ്രഹം വേണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജനത്തിരക്ക് വീണ്ടും മഹദി അവറുകളുടെ ദിനചര്യകൾക്ക് പ്രയാസം വരുത്തി തുടങ്ങി. ബീവി മനസ്സിലാക്കി, ഇവിടെ നിന്നാൽ ശരിയാവൂല, ഈജിപ്തിൽ നിന്നാൽ ശരിയാവൂല, കാരണം ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ വീണ്ടും ഹിജാസിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ നിന്നാൽ ശരിയാവൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഹിജാസിലേക്ക് പോയി. ജനങ്ങളെല്ലാവരും വാർത്ത അറിഞ്ഞിട്ട് ജനങ്ങളെല്ലാവരും മഹദി അവറുകളെ ഈജിപ്ത് വിടുകയാണ് എന്നറിഞ്ഞിട്ട് ജനം ദുഃഖത്തിലായി. അവരെല്ലാവരും ബീവിയോട് വന്ന് അഭ്യർത്ഥിച്ചു, ഈജിപ്ത് വിട്ടു പോകരുതേ. ഹിജാസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകാണ്. അവിടേക്ക് യാത്ര പോവുകയാണ്. ബീവി പറഞ്ഞു, ഞാൻ എന്തായാലും പോയി, എനിക്ക് അതിൽ മഹദി അവറുകൾ ഉറച്ചു നിന്നു, പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയണില്ല, ദിനചര്യകൾ ചെയ്യാൻ കഴിയണില്ല. ആളുകളെ കൂടി എന്താ ചെയ്യാ? ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ നമ്മുടെ കാര്യം ഒന്നും നടക്കൂല, ബീവിയുടെ കാര്യം ഒന്നും നടക്കണില്ല. അപ്പൊ പിന്നെ നാട് വിടാൻ തീരുമാനിച്ചു. പക്ഷേ ജനങ്ങളെല്ലാവരും പോയി അമീറിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പരാതി പറഞ്ഞു. ജനം വിടൂലാന്നും ബീവിക്കാണെങ്കിൽ പോകണം. രണ്ട് കെട്ടായി. ജനങ്ങള് വിടാൻ തയ്യാറല്ല, ബീവിക്കാണെങ്കിൽ പോകണം. അവസാനം അമീറിന്റെ അടുക്കൽ പോയി ബീവി പരാതി പറഞ്ഞു. ആ സമയത്ത് ഈജിപ്തിലെ അമീറായിരുന്നു സരി ഇബ്നു ഹക്കീം. അവരും ബീവിയോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഈജിപ്ത് വിട്ട് നിങ്ങൾ പോകരുത്, തീരുമാനം മാറ്റണം, ഈജിപ്തിൽ തന്നെ നിൽക്കണം. തീരുമാനം മാറ്റാൻ വേണ്ടി ബീവിക്കൊരു കത്ത് കൊടുത്തയച്ചു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ കത്ത് സ്വീകരിച്ചില്ല. എനിക്ക് ആ കത്ത് ആവശ്യമില്ല, ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് കത്ത് തന്നാലും ശരി, എനിക്ക് പോയേ മതിയാകൂ. അല്ലാ. അങ്ങനെ അവസാനം ഈജിപ്തിന്റെ അമീർ, ഭരണാധികാരി നേരിട്ട് വന്നു. എന്നിട്ട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ പോകരുത്,
നിങ്ങൾക്ക് എന്ത് വേണം? അതേ, ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈജിപ്തിലേക്ക് വന്നത്. ഞാനൊരു പാവം സ്ത്രീയാണ്. എനിക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള സൗകര്യം വേണം. ജനത്തിരക്കിനിടയിൽ ഞാൻ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ദിക്റുകൾ, മറ്റ് ആരാധന കർമ്മങ്ങൾ എനിക്ക് മുടക്കം സംഭവിക്കുന്നു. അതുമാത്രല്ല, ഈ ജനങ്ങളിങ്ങനെ വർദ്ധിച്ചിട്ട്, ആളുകളിങ്ങനെ കൂടിയിട്ട് ഇവരൊന്നും സ്വീകരിക്കാനുള്ള സൗകര്യം എൻ്റെ വീട്ടിനില്ല. അതുകൊണ്ട് എനിക്കതിനുള്ള സൗകര്യം വേണം. എനിക്ക് ഇബാദത്ത് ചെയ്യണം. അതിനൊരു തടസ്സം ഉണ്ടാകരുത്. എൻ്റെ ഇബാദത്തിനൊരു കോട്ടവും സംഭവിക്കരുത്. ഞാൻ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ദിക്റുകൾ എനിക്ക് ചൊല്ലണം. അതാണ് എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ദിക്റുകൾ, അതിനൊരു മുടക്കുണ്ടാകരുത്. എല്ലാ ദിവസവും അദ്ദാദ് ചൊല്ലുന്നതിന് മുടക്കുണ്ടാകരുത്. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന് മുടക്കുണ്ടാകരുത്. നമ്മൾ പതിവാക്കുന്ന സൂറത്തുകളും ദിക്റുകളും സ്വലാത്തും അത് എന്നും ചെയ്യാം. അതിനൊരു മുടക്കുണ്ടെങ്കിലും ആ മുടക്കത്തെങ്ങ് മാറ്റിക്കളയണം. ആ മുടക്കം വെച്ചേക്കരുത്. ആ മുടക്കം എന്താണ്, അതിനെ മാറ്റിക്കളയാം. എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്ന ഔറാദുകളും ദിക്റുകളൊക്കെ ചൊല്ലാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അത് വിട്ടിട്ട് കളിയില്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്ത് തിരക്കുണ്ടായാലും, എന്ത് പരിപാടി ആയാലും, എന്ത് കല്യാണമായാലും, എന്ത് സൽക്കാരായാലും, എന്ത് മണ്ണാങ്കട്ടയായാലും, അതിനൊക്കെ മാറ്റി മറിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന ഇബാദത്ത് അത് എല്ലാ ദിവസവും ചെയ്യാം. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതിന് ഒരു മുടക്കുണ്ടായത്. അത് ജീവിതത്തിൽ പതിവാക്കി ചെയ്യുക. എന്തുണ്ടായാലും അത് ഞാൻ മുടക്കൂല എന്നൊരു തീരുമാനം എടുക്കണം. അത് പൂർത്തിയാക്കിയിട്ടേ നമ്മൾ ഉറങ്ങാവൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു ദിവസം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴേക്ക് ദുഃഖം വേണം, പ്രയാസം ഉണ്ടാവണം. അല്ലാ, ഇന്ന് ഞാൻ അദ്ദാദ് ചൊല്ലിയില്ലല്ലോ, ഒരു ദുഃഖം വേണം, പരിഹാരം കാണണം. അത് മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമാണ്. മഹദി അവറുകൾ അമീറിന്റെ മുന്നിൽ പറഞ്ഞു, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയണില്ല, വരുന്ന ജനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ വീടിന് സൗകര്യമില്ല, ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അമീർ പറഞ്ഞു, പോകരുത്, നിങ്ങൾക്ക് എന്ത് സൗകര്യമാണോ വേണ്ടത്, നിങ്ങൾ ഏത് കാര്യത്തെ കുറിച്ചിട്ടാണ് വിഷമിക്കുന്നത്, ആ വിഷയത്തിൽ നമുക്കൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയും. പരിഹാരമുണ്ട്. പരിഹാരത്തിന്റെ വഴിയിലേക്ക് നമുക്ക് കിടക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈജിപ്ത് വിട്ടു പോകരുത്. എനിക്കൊരു വിശാലമായ ഒരു ഭവനുണ്ട്, ഒരു വലിയ വീട്. ആ വീട് ഞാൻ നിങ്ങൾക്ക് ദാനമായി നൽകുന്നു. മാഷാ അല്ലാഹ്. ആഴ്ചയിൽ 2 ദിവസം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. രാജാവിന്റെ അമീറിന്റെ നിർദ്ദേശമാണ്. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ഇബാദത്ത് ചെയ്തോ. ആഴ്ചയിൽ ഒരു 2 ദിവസം അത് ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അല്ലാഹ് ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ദിവസത്തിൽ നിർബന്ധമായ ഇബാദത്തുകൾ കഴിച്ച് മുഴുവൻ സമയവും അവർക്ക് നന്മ ചെയ്യുക. ഒരു ഫോർമുല തയ്യാറായി, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ്. കാരണം അങ്ങനല്ലാണ് എല്ലാ ദിവസവും ആളുകളിങ്ങനെ കാണാൻ ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. ഞാനും ചിന്തിക്കാറുണ്ട്, കുറേ ആളുകൾ ഇങ്ങനെ കാണണമെന്നൊക്കെ പറയും.
അപ്പൊ അതിനൊരു ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹദിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് വലിയ ഇജാബത്ത് തരട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മഹദി അവറുകൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും ജനങ്ങൾക്ക് വേണ്ടി ദിവസം നീക്കിവെച്ചു. നിർബന്ധമായ ഇബാദത്തുകൾ കഴിച്ചു മുഴുവൻ സമയവും അവർക്ക് നന്മ ചെയ്യുക. ബുധനാഴ്ച ശനിയാഴ്ചയും ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചു. ബാക്കിയുള്ള എല്ലാ ദിവസവും ഇബാദത്ത് കൊണ്ട് വ്യാപൃതയായി. അങ്ങനെ ആ തീരുമാനം അംഗീകരിച്ചു. ശിഷ്ടകാല ജീവിതം ഈജിപ്തിൽ തന്നെ താമസിക്കാൻ മഹദി അവറുകൾ തീരുമാനിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബീവിയെ സന്ദർശിച്ച് ബർക്കത്തെടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. റമദാനില് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹദി അവറുകളെ സന്ദർശിക്കുകയും മഹദി അവറുകളുടെ വീടിന്റെ സമീപത്തുള്ള പള്ളിയിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കാറുമുണ്ടായിരുന്നുവെന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മഹദിയുടെ സമീപത്ത് ചെന്ന് ഹദീസുകൾ കേൾക്കും. നല്ല പണ്ഡിതയായിരുന്നു, വലിയ ആലിമത്തായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നല്ല അറിവുള്ള വലിയ പണ്ഡിതയായിരുന്നു. അപ്പൊ ആ ഇൽമു കേൾക്കാനും ആ പഠിക്കാനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദ്റത്തിലേക്ക് വന്ന് അത് പഠിക്കാറുണ്ടായിരുന്നു. ഒരു മുറയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇൽമുകൾ കേൾക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വല്ല രോഗവും ഉണ്ടായാൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആളുകളുടെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളുകളെ പറഞ്ഞയപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രോഗാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മഹദി അവറുകൾ ദുആ ചെയ്യാൻ. വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരുന്നാൽ മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നൊരു രോഗമുണ്ടായിരുന്നു. ഒരു പാത്രം നിറയെ ആ രക്തം ആകുമായിരുന്നു അത്രേ. ആ രൂപത്തിൽ വലിയ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച വലിയ മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ പരീക്ഷണാണ്, കടുത്ത പരീക്ഷണം. പക്ഷെ ആ പരീക്ഷണത്തിലൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടുണ്ട്. ഇബാദത്തിനൊരു കുറവ് വരുത്തിയില്ല. ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്തി. ഇതൊന്നും ആ രോഗമൊന്നും അവിടുത്തെ ജീവിതത്തിന് ഒരു ഇബാദത്തിനോ അവിടുത്തെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനോ ഒരു കുറവും വരുത്തിയില്ല. പക്ഷെ രോഗം കൂടിയാൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ആളുകളെ പറഞ്ഞേക്കും. അപ്പൊ അവര് ദുആ ചെയ്യും. അപ്പൊ അതിന് വലിയ ശമനം ഉണ്ടാവും. പിന്നെയും രോഗം വരുമ്പോ പിന്നെ ആള് പറഞ്ഞേക്കും. മരണത്തിന്റെ സമയമായപ്പോൾ മഹദി അവറുകൾ അടുക്കലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാൽ മഹദി അവറുകൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ മരണമാസന്നമായ സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരാളെ പറഞ്ഞയച്ചു. ഷാഫി ഇമാമിൻ രോഗാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹദി അവറുകൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തില്ല. ആ മഹദി അവറുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ നിന്നെ ദർശിക്കാനുള്ള സൗകര്യം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ.
എല്ലാ ദിവസവും രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇമാം ഷാഫി റളിയല്ലാഹു രോഗമായി മരിക്കാൻ പോകുന്ന ആ സമയത്തിയപ്പോൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തില്ല. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മഹനീയവറുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, മരണം അടുത്ത് വന്നിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്. അതാണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, എൻ്റെ മരണം അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അങ്ങനെ ദുആ ചെയ്തത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിച്ചു. മഹദിയായ നഫീസത്തുൽ മിസ്രിയ ജനാസ നിസ്കരിച്ചു എന്നറിയുമ്പോൾ ഇമാമായി നിസ്കരിച്ചു എന്ന് കരുതണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നു മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ അമീറിന്റെ നിർദ്ദേശപ്രകാരം. ഹിജ്റ 204 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അഥവാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റ 145 അപ്പൊ ഒരു ഏകദേശം 59 വയസ്സൊക്കെ ഉണ്ടാവും. 59 അല്ല, 45 എന്ന് പറയുമ്പോൾ അത് ഏകദേശം 49, 50 വയസ്സ്. ആ 50 വയസ്സുള്ള സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയും അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ജനാസക്ക് മഅ്മൂമായി നിസ്കരിച്ചു. മഅ്മൂമായി നിസ്കരിക്കാലോ, സ്ത്രീകളെ ഭാഗത്ത് നിന്ന് നിസ്കരിക്കണം, അതിന് കുഴപ്പമില്ല. അതേ സമയത്ത് സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടോ ഇല്ലേ, നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചില നാടുകളിൽ ഒരു പരിപാടിയുണ്ട്, മയ്യത്ത് എടുക്കാൻ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളുണ്ട് ഒരു നിസ്കാരിക്കാൻ വേണ്ടി ഒരുക്കം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ആരും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ജനാസ നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു എന്ന ഒരു ഹദീസും നമുക്ക് കാണിക്കാൻ കഴിയുകയില്ല. സ്ത്രീകൾക്ക് ജനാസ നിസ്കാരം ഉണ്ടോ, അവിടെ ഒരു പുരുഷന്മാരില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ സ്ത്രീകൾ നിസ്കരിക്കണ്ടേ, വേറെ വിഷയം. അങ്ങനെ ഒരു കാലഘട്ടം ഇന്നില്ലല്ലോ. അത് നമുക്ക് നിസ്കരിക്കാമോ, നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല, മഅ്മൂമായി നിസ്കരിക്കാം. പക്ഷേ പുരുഷന്മാരുടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാകണം സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടത്. അവരെ മുൻകടക്കാൻ പാടില്ല. ഇത് ചില വീടുകളിൽ ഇപ്പൊ ബിദഅത്തിന്റെ കക്ഷികൾ കൊണ്ടുവന്ന ഒരു സിസ്റ്റാണ്. മയ്യിത്ത് നമുക്ക് നിസ്കരിക്കണ്ടേ, നമുക്ക് മയ്യിത്ത് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരുടെ ഒരു ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് വീട്ടിൽ സ്ത്രീകളുടെ വക ഒരു നിസ്കാരം. എൻ്റെ ഉമ്മല്ലേ, അങ്ങനെ ഒരു ജനാസ നിസ്കാരം കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ നടന്നായ ഏതെങ്കിലും ഒരു ഹദീസ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനേ മുത്ത് റസൂലുള്ളാഹിന്റെ ജനാസ നിസ്കരിച്ചു എന്ന് എവിടെയും കാണാൻ കഴിയുന്നില്ലല്ലോ. അതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കല്
അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് നിസ്കരിക്കേണ്ട ആളുകൾ നിസ്കരിച്ചോട്ടെ. ഇനി സ്ത്രീകളുടെ പുരുഷന്മാരുടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ആദ്യത്തെ നിസ്കാരം പുരുഷന്മാരുടെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇനി എൻ്റെ ഉമ്മാന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണം എന്നൊരു മകൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്കരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കേണ്ട കുഴപ്പമില്ല. പക്ഷെ അതിന് മുമ്പുള്ള ഒരു നിസ്കാരമുണ്ട് ചില സ്ഥലങ്ങളിൽ, അത് പാടില്ലാത്തതാണ്, തെറ്റാണ്. കൂടുതൽ അങ്ങോട്ട് കിടക്കണില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്ക് മാമൂമായി നിസ്കരിക്കുകയാണ്. അത് അമീറിന്റെ നിർബന്ധമാണ്. അമീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിസ്കരിക്കുകയാണ്. മാഷാ അല്ലാഹ്. മാമൂമായി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചു എന്ന കാരണത്താൽ അന്ന് നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു പുറത്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് അറിയപ്പെടുന്ന ഒരു അശരീരി ഉണ്ടായി. ആ കാരണം കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ. മാഷാ അല്ലാഹ്. ആരാണല്ലേ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഓ പ്രിയപ്പെട്ട മുത്തുമുമിനീങ്ങളെ, മുത്തുമുമിനാത്തുകളെ, അള്ളാഹു രണ്ടുപേരുടെയും പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈജിപ്തിന്റെ ഭരണാധികാരിയായ അമീർ കൊടുത്ത വലിയ വീട്ടിലാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ താമസം. അവരെന്ത് ചെയ്തു എന്നറിയുമോ? അവരുടെ കൈ കൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ ഒരു ഖബർ കുഴിച്ചു. ഒരു ഖബർ അങ്ങോട്ട് കുഴിച്ചു. എന്നിട്ട് ഖബറിന്റെ ഉള്ളിലിരുന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. അല്ലാഹ് ഖബറിൽ വെച്ച് 190 പ്രാവശ്യം ഖത്ം ചെയ്തു അത്രേ. 2000 പ്രാവശ്യമെന്നും 1900 ആണെന്നും അഭിപ്രായമുണ്ട്. $190 എന്ന് പറയുന്നത്, 2000 എന്ന് പറയുന്നത്, 1900 എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഒരുപാട് ഖത്മുകള് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഓതി തീർത്തു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. 190 പ്രാവശ്യമാണ്. 190 ദിവസം പോരെ? ഒരു ദിവസം ഒരു ഖത്മ തീർക്കുന്ന അവരില്ലേ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം. 190 ആയിരിക്കുമല്ലോ, ചിലപ്പോൾ 1900 ആയിരിക്കും. അല്ലാഹു അലം. ഏതായിരുന്നാലും ഖബറിൽ വെച്ച് ഖത്മ ഓതി. നമ്മള് ഖബറിൽ പോയിട്ട് നല്ല ശീതീകരിച്ച റൂമിന്റെ ഉള്ളില് പള്ളിയില് സൗകര്യമുള്ള കാറ്റിങ്ങനെ അടിച്ചു വീശുന്നിടത്ത് ഒക്കെ നമുക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. എന്നിട്ട് നമ്മള് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയോ, പാരായണം ചെയ്തോ, ഖത്മ തീർത്തോ, ഇൻഷാ അല്ലാഹ് മറ്റന്നാള് മഹദിയായ ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ 1-ാം തീയതി സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. അതുപോലെ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹ, അവരുടെയൊക്കെ പേരിൽ നമ്മൾ ഓതിയ ഖത്മുകൾ അപ്പോഴേക്കും ഓതി തീരുമല്ലോ അല്ലേ? എല്ലാവരും ഓതി തീർക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ അവരെ ഹളറത്തിൽ പോയി അവർക്ക് ഹദിയ ചെയ്ത്, ബദരീങ്ങൾ ഹളറത്തിൽ ചെന്ന് അവരെ പേരിൽ ഹദിയ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അതേ മഹദി അവറുകൾ ഖബറിലിരുന്ന് ഖത്മ തീർക്കുകയാണ്. അല്ലാഹ്
ഒരുപാട് കറാമത്തുകൾ കാണിച്ചു, ഒരുപാട് കറാമത്ത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കണില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അയൽവാസി ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് നടക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ മകളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാക്കിയിട്ട് അവര് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെയാണല്ലോ, ഈ നടക്കാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഉമ്മമാർക്ക് പിന്നെ എവിടേക്കും പോകാൻ കഴിയില്ല. അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കൊരു പരിപാടിക്കും പോകാൻ കഴിയില്ല, ഒരു സൽക്കാരമില്ല, ഒരു കല്യാണമില്ല. അല്ലാഹ് നീ അവർക്ക് വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ. മഞ്ചേരിയിലുണ്ടൊരു ഉമ്മ, 3 മക്കളാണ്. അങ്ങനെയുള്ള മക്കള്, 3 നടക്കാൻ കഴിയില്ല. 3 എടുത്തുകൊണ്ട് ഇരുത്തണം, 3 കുളിപ്പിക്കണം, 3 വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കണം. അല്ലാഹ് ആ ഉമ്മാന്റെ ഒരു കഷ്ടപ്പാട്, ഒരു വേദന മദനീയം കേൾക്കാറുണ്ട്. അതിൻ്റെ ഇടയിലും ആ ഉമ്മ അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ. ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരാൻ വേണ്ടി തന്നതാണ് ഈ മക്കളെ. എത്രയോ ഉമ്മമാരുണ്ട്. കർണാടകയിൽ ഞാനിപ്പോൾ അടുത്ത് പോയപ്പോൾ, നെല്ലിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെയുണ്ട് 2 മക്കള്. ആ വീട്ടിലെ 2 മക്കൾ, അവർക്ക് നടക്കാനൊന്നും കഴിയില്ല. അല്ലാഹ് നടന്നിട്ട് മദീനയിൽ പോകണമെന്നാണ് ആ പൊന്നുമോന്റെ ആഗ്രഹം. സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നടത്തിപ്പിക്കണേ അല്ലാ. മദീനയിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു തന്ന പ്രിയപ്പെട്ട ഞങ്ങളെ ഇസ്മായിൽ ഹാജി പുത്തൂര്, അദ്ദേഹത്തിന്റെ മകളും, അല്ലാഹുവേ സാറമോള് നടക്കാൻ കഴിയാത്ത മോളാണ്, നടത്തിപ്പിക്കണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നടത്തിപ്പിക്കണേ അല്ലാ. അങ്ങനെയുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്, പരിഹാരം നൽകണേ റബ്ബേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളോട് പറയുന്നത്, മുത്തുമൂമിനാത്തുകളോട് പറയണത്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാക്കിയിട്ട് ഈ ഉമ്മ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. മാഷാ അല്ലാഹ്, ഉമ്മ തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് നടക്കാൻ കഴിയാത്ത മകൾ നടക്കുന്നതാണ്. അത്ഭുതല്ലേ, പിന്നെ പറയണോ? ആളുകൾ ആശ്ചര്യായില്ലേ, അത്ഭുതമായില്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് ഇങ്ങനെയായത്? അല്ലാഹ്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? നടക്കാൻ കഴിയാത്ത മകൾ നടക്കും. അപ്പൊ അവര് ഒളുവെടുക്കുന്ന സമയത്ത് ആ ഒളുവിന്റെ വെള്ളം ഒഴുകി വന്നപ്പോൾ ഈ മകളെടുത്തത് കുടിക്കുകയോ അത് ശരീരത്തിൽ പുരട്ടുകയോ ചെയ്തു. മഹദിയവറുകള് ഒളുവെടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ ബറക്കത്തെടുത്തു ഈ പൊന്നുമോള്. ആ കാരണത്താൽ ആ രോഗമാറി നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അത്ഭുതം കാണാൻ. ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ പരന്നാ പിന്നെ ആളുകൾ ഒഴുകാണ്ടിക്കോ? ആളുകൾ ഒഴുകി വരൂലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് ആളുകൾ കൂടിയത്. ആളുകളുടെ ഒഴുക്ക് എങ്ങനെയാ വർദ്ധിച്ചത്? പിന്നെ എല്ലാരും വരിക തന്നെ. ആളുകൾക്ക് ഇങ്ങനെ ഇത് മാറിക്കിട്ടണം, രോഗം മാറണം. പരിഹാരത്തിന്റെ കേന്ദ്രമുണ്ടായാൽ ആ പരിഹാര കേന്ദ്രത്തിലേക്ക് ജനങ്ങൾ ഒഴുകി വരും. സ്വാഭാവികമാണ്. മനുഷ്യനെല്ലാവരും പ്രയാസത്തിലാണ്. അല്ലാഹ്, നമ്മുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാഹ്. അങ്ങനെ സ്വന്തം വീട്ടിൽ ഒരു ഖബർ കുഴിച്ച് ആ ഖബറിൽ ഖുർആൻ ഓതി ഖത്മ തീർക്കുകയാണ്. അല്ലാഹ്, മഹദിയവറുകളുടെ സഹോദരന്റെ പുത്രിയായ സൈനബ
എന്നവർ റളിയല്ലാഹു അൻഹു അവർ പറയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹിജ്റ 208 റജബ് മാസത്തിലെ രോഗം പിടികൂടുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും രോഗങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു, രോഗം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രോഗം ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ശിക്ഷയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗം അള്ളാന്റെ പരീക്ഷണമാണ്. മരണമാസന്നമായ സമയമാകുമ്പോൾ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. മനുഷ്യന് അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചിലർ പെട്ടെന്ന് മരിക്കും, ചിലർ രോഗം കൊണ്ട് മരിക്കും. അള്ളാഹിന്റെ കഥ, ചിലർ ആക്സിഡന്റിൽ മരിക്കും, ചിലർ വേറെ പല കാരണങ്ങളാൽ മരിക്കും. ഏതായാലും അള്ളാഹു നമ്മുടെ മരണസമയം നന്നാക്കി തരട്ടെ, നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. വസീലയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ വസീല ചെയ്തിട്ട് ദുആരക്കാണ്. ആ ദുആയിന് വലിയ ഇജാബത്ത് ഉണ്ടാവും. നമ്മളൊന്നിനും കൊള്ളാത്തവരാണ്, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബദരീങ്ങളെ വസീലയാക്കുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കുന്നു. രോഗത്തിന്റെ അവസ്ഥ ഇങ്ങനെ കൂടിക്കൊണ്ടേ വന്നു. അങ്ങനെ മദീനയിലായിരുന്ന ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. മദീനയിലാണ് ഭർത്താവായ ഇസ്ഹാഖ് എന്നവരുള്ളത്. അവര് ഈജിപ്ത് വിട്ടിട്ട് മദീനത്തേക്ക് പോയി. കാരണം മദീനയിൽ താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട് മദീനയിൽ പോയി താമസിക്കുകയാണ്. അവസാന സമയം മദീനയിൽ വെച്ച് മരിക്കണം. അതിൻ്റെ ഇടയിലേക്ക് മദീനയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമവും മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നടത്തിയിരുന്നു. മദീനത്തേക്ക് പോകണം, മരിക്കുന്നത് മദീനത്ത് വെച്ചാവണം. പക്ഷേ ആളുകൾ വിടണ്ടേ? നിങ്ങൾ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കുക എന്നല്ലാണ്ട് ഇവിടുന്ന് പോകാൻ പാടില്ല. ആളുകളുടെ, രാജാവിന്റെയും അമീറിന്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഈജിപ്തിൽ തന്നെ താമസിക്കേണ്ടി വന്നു. മദീനയിലേക്ക് പോവാൻ കഴിഞ്ഞില്ല. മഹദിയവറുകള് രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ബീവിയുടെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ച് വല്ലാത്ത രോഗം വല്ലാതെ വർദ്ധിച്ചു വന്നു. വൈദ്യന്മാര് വന്ന് പരിശോധിച്ചു. വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാരായ സ്ത്രീ ഡോക്ടർമാര് വന്നിട്ട്, സ്ത്രീ വൈദ്യന്മാര് വന്നിട്ട് പരിശോധിക്കുകയാണ്. മരുന്ന് നൽകി, നോമ്പ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അല്ലാ മഹദി പറഞ്ഞു, ഞാൻ നോമ്പ് മുറിക്കൂല. നോമ്പ് മുറിച്ചിട്ടില്ല പരിപാടി. കാരണം കഴിഞ്ഞ 30 വർഷമായി ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, എന്നെ നോമ്പുകാരിയായി നീ മരിപ്പിക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം മദീനയിൽ ഒരു സഹോദരി മരിച്ചത് നോമ്പുകാരിയായിട്ടാണ്, മദീനയിൽ മരിച്ചത്. ഏതെങ്കിലും ഒരു നന്മ ആ സഹോദരിക്ക് ഗുണമായിട്ടുണ്ടാവും, ചൊല്ലിയ സ്വലാത്തുകൾ ഉപകാരമായിട്ടുണ്ടാവും. 30 വർഷമായി ഞാൻ അള്ളാഹിനോട് എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണ ദ്വാരക്കണ്. ഇപ്പൊ ഞാൻ എൻ്റെ രോഗം മാറാൻ വേണ്ടി ഈ സമയത്ത്, മരണമാസന്നമായ സമയത്ത് എൻ്റെ രോഗത്തിന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ നോമ്പ് മുറിക്കുകയോ? സാധ്യല്ല, എന്നെ കിട്ടൂല. റബ്ബേ, നീ എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ അല്ലാ. എനിക്ക് മരണം സംഭവിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെടുന്നത്.
എന്നിട്ട് മഹദിയവറുകളെ അല്ലാഹുവിലേക്ക് തന്റെ ഖൽബും മനസ്സും തിരിക്കുകയാണ്. മഹദിയവറുകൾ ഇങ്ങനെ പാടിയത്ര, എന്നെ ഈ വൈദ്യന്മാരെ ഇടുന്ന ഒഴിവാക്ക്, ഇവർ കൊണ്ടുപോ, എന്റെ റബ്ബിലേക്ക് എനിക്ക് പോകാനുള്ള സമയമായി, അതുകൊണ്ട് എന്റെ റബ്ബിലേക്ക് പോകാനുള്ള സമയം അനുവാദം തരൂ, എനിക്കതിനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരികയാണ്. ഈ ലോകത്തിന്റെ ഈ അവസ്ഥ റമദാനിന്റെ പല ഘട്ടങ്ങളിലായി അവർക്കിങ്ങനെ റമദാനിന്റെ ഒരുപാട് ദിവസങ്ങൾ കഴിയും തോറും അവർ രോഗം കൂടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ അടുക്കൽ അവർക്ക് രക്ഷയുണ്ട്, രക്ഷയുടെ ഭവനമുണ്ട്. ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് രക്ഷയുടെ ഭവനമുണ്ട് എന്ന ആയത്തെത്തിയപ്പോൾ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണം പോലും ഒരു അത്ഭുതം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, അതും സ്വർഗത്തിൽ വലിയ രക്ഷയുടെ ഭവനം, നാളെ ആഖിറത്തിൽ അവർക്ക് ദാറുസ്സലാമുണ്ട്, രക്ഷയുടെ ഭവനമുണ്ട്. ആ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹദിയവറുകൾ ഈ ലോകത്തോട് വിട പറയണത്. വഫാത്തായതിന്റെ ശേഷം മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വഫാത്തിന്റെ ശേഷം ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈജിപ്തുകാര് സമ്മതിച്ചില്ല. ഞങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയൂല, കൊണ്ടുപോകരുതേ, ഈജിപ്തിൽ തന്നെ അവരെ മറവ് ചെയ്യണം. ഒരു ധാരാളം സമ്പത്തുകള് മഹദിയുടെ ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന് ഹദിയയായി നൽകാൻ സ്വീകരിച്ചു. അദ്ദേഹം അതിനൊന്നും വഴങ്ങിയില്ല. നിങ്ങൾ എന്ത് തന്നാലും എനിക്ക് ഇവിടെ മദീനത്തേക്ക് കൊണ്ടുപോകണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യണം. നിങ്ങൾ എനിക്ക് എന്ത് പാരിതോഷികം തന്നാലും ഞാൻ സ്വീകരിക്കൂല. രാത്രിയായപ്പോൾ ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി. ജനങ്ങളെല്ലാം തന്ന ഹദിയകള് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ രാത്രി കഴിഞ്ഞ് രാവിലെ ആയപ്പോ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ തന്നെ മറവ് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി. പിന്നെ രഹസ്യങ്ങൾ ഉണ്ടാവും. പെട്ടെന്നൊരു തീരുമാനം മാറ്റം. രാത്രി എന്ത് ഹദിയ തന്നാലും ഞാൻ കൊണ്ടുപോകും, കൊണ്ടുപോയേ പറ്റൂ. എല്ലാവരും പിരിഞ്ഞുപോയി, രാത്രിയാകുമ്പോൾ പിരിഞ്ഞുപോയി. രാവിലെ ആയപ്പോ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട, ഈ ജനാസ ഇവിടെ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങളൊക്കെ അത്ഭുതമായി.
ഇന്നലെ അമീർ വന്നിട്ടും നാട്ടുകാർ വന്നിട്ടും മുഴുവൻ ജനങ്ങൾ പറഞ്ഞിട്ടും ഒരു മാറ്റവും വരുത്താത്ത നിങ്ങൾ എന്തേ ഇപ്പൊ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വന്നത് എന്താണ്? എന്തേ മദീനയിൽ കൊണ്ടുപോകുന്നില്ല? ഇവിടെ തന്നെ ഇവിടെ തന്നെ മറവ് ചെയ്യാനുള്ള തീരുമാനം, ആ തീരുമാനത്തിൽ മാറ്റം വരുത്താനുള്ള കാരണം എന്താണ്? ഇന്നലെ രാത്രിയിൽ മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിന്റെ അൻഹയുടെ ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഞാനൊന്ന് അല്പം വിശ്രമിച്ചു, ഞാനൊന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ എൻ്റെ അടുക്കലേക്ക് വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളതാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ഈജിപ്തുകാർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണേ, അവർ തന്ന ഹദിയയും അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന് എന്നോട് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി. അല്ലാഹുവേ, ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ജൂൺ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു യാത്ര പോകാനുള്ള ഉദ്ദേശമുണ്ട്. യാത്രയിൽ കൂടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് വരാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖിനാലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആർക്കുന്നതിന് കുറവും വേണ്ട. പൈസ തരുന്നത് അള്ളാഹുവാണ്, വഴികൾ തുറന്നു തരുന്നത് അള്ളാഹുവാണ്. ആ റബ്ബ് നമുക്കതിന്റെ വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. പരിശുദ്ധമായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആ അല്ലാഹു മുസ്തജാബായ ഇജാബത്ത് കിട്ടുന്ന ദുആയായി അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ ഗുണം ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഈജിപ്തിൽ തന്നെ അവരുടെ ഖബർ മറവ് ചെയ്യണമെന്നത്, അവരെ ഖബർ കുഴിച്ച് വെച്ച ഖബറിൽ തന്നെ അവരുടെ ജനാസ മറവ് ചെയ്യണമെന്നത് മഹദിയുടെ ആഗ്രഹമായിരുന്നുവല്ലോ. ആ ആഗ്രഹം അള്ളാഹുവിന്റെ റസൂലും അംഗീകരിച്ചു. അവിടെ തന്നെ മറവ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവിടെ തന്നെ ജനം മറവ് ചെയ്തു. ഈജിപ്തിലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ ഷരീഫ് ഇന്നും പ്രസിദ്ധമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു വഫാത്തായപ്പോ അവിടുത്തെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ടാണ് ഖബറിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്തത്. അതുപോലെ ഇന്നും ആ നാട്ടിൽ ആര് മരണപ്പെട്ടാലും അവരുടെ ജനാസയുമായി അവർ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ ഷരീഫിലേക്ക് അടുക്കലേക്ക് വരും. എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ടാണ് ആ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാറുള്ളത്. മാഷാ അല്ലാഹ്. ദുആക്ക് ഉടനെ തന്നെ ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ മഖ്ബറ. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം ഓൺ ദ സ്പോട്ടിൽ തന്നെ ഉത്തരം കിട്ടും. ഒത്തിരി ആളുകൾ അനുഭവമാണ്. ഇൻഷാ അല്ലാഹ് പോണ്ടേ? പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ പോയിട്ട് നമുക്ക് ദ്വാരക്കണം, പൊട്ടിക്കരയണം, നമ്മുടെ വിഷമങ്ങൾ പറയണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്ത് അവിടെ വെച്ച് ദുആ ചെയ്താൽ അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്ന വലിയ ഒരു ദുആഇന് ഇജാബത്തുള്ള ഒരു സ്ഥലമാണ്. അല്ലാഹുവേ ഞങ്ങൾ അവിടെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിച്ച് എല്ലാ നിലക്കും നാഥനായ റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന വലിയ ഉപകാരങ്ങളാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്.
നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്.